വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്, അവൽ വട അല്ലെങ്കിൽ പോഹ കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് അവലാണ്. ഏത് അവൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് വെള്ളത്തിൽ. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മളുടെ അവൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇടിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇനി നമുക്ക് മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക്. വടയുടെ മിക്സ്ചർ ഒന്ന് തിക്കാവുന്നത് വരെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പോളം അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിക്കാവുന്ന വരെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി എടുക്കാം. ഞാനിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. കയ്യിൽ അല്പം എണ്ണ തേച്ചിട്ട് നമുക്ക് വടയുടെ മിക്സ്ചർ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പരിപ്പ് വട പോലെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിവടയുടെ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയെടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മുടെ അവൽ വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്പി ഉപയോഗിച്ചൊരു 20 വടയോളം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ചട്നിയുടെ കൂടെ ഈ ഒരു അവൽ വട സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറെ റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.